നമസ്കാരം. ഒരു നീണ്ട ഹോളിഡേ വീക്കെൻഡിന് ശേഷം മാർക്കറ്റിലേക്ക് തിരികെ വരുമ്പോൾ എന്താണ് അവസ്ഥ? കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കണ്ട ആ ഒരു സംഭവബഹുലമായ ദിവസത്തിന് ശേഷം ഈ വരുന്ന ആഴ്ച നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? നമുക്ക് നോക്കാം. അപ്പോ കഴിഞ്ഞ ട്രേഡിംഗ് ദിവസം ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു അല്ലേ? ഒരു 400 പോയിന്റ് ഗ്യാപ് ഡൗണിൽ തുടങ്ങി, എന്നിട്ട് അവിടുന്ന് നേരെ 19,000 പോയിന്റിന്റെ ഒരു റാലി. ഗ്ലോബൽ മാർക്കറ്റൊക്കെ നെഗറ്റീവ് ആയിരുന്നിട്ടും നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്തിയെങ്കിൽ അതിനു പിന്നിൽ എന്തായിരിക്കും കാരണം? അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ, മാർക്കറ്റിന്റെ ആ ഒരു കിഡ്ലൻ തിരിച്ചുവരവ്, പിന്നെ ടെക്നിക്കൽ സിഗ്നലുകൾ ബുള്ളിഷാണോ എന്ന് നോക്കും, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാന ലെവലുകൾ ഏതൊക്കെയാണെന്ന് പറയും. അവസാനം ഈ ഹോളിഡേ വീക്കെൻഡിൽ നിങ്ങളുടെ പ്ലാൻ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചും സംസാരിക്കും. പെട്ടെന്ന് നോക്കാം. അപ്പോ ശരിക്കും ഇവിടെയാണ് കളി. ഗ്ലോബൽ മാർക്കറ്റിലെ ട്രെൻഡുകളെല്ലാം നെഗറ്റീവ് ആയിരുന്നിട്ടും നമ്മുടെ മാർക്കറ്റ് അതിനെ എങ്ങനെയാണ് അവഗണിച്ചത്? US മാർക്കറ്റ് 400 പോയിന്റിലധികം ഇടിഞ്ഞ സമയത്താണ് ഇവിടെ സെൻസെക്സ് കത്തിക്കയറിയത്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദാ നോക്കൂ, ഒരു സൈഡില് നമ്മുടെ മാർക്കറ്റ് താഴെ പോയ ഇടത്തുനിന്ന് ഒരു ഗംഭീര റിക്കവറി നടത്തി. സെൻസെക്സ് ഏകദേശം 1900 പോയിന്റ് വരെ റാലി ചെയ്തു, നല്ല സ്ട്രോങ് ആയിട്ട് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. പക്ഷെ മറ്റേ സൈഡിലോ ഡൗ ജോൺസ് താഴോട്ട്, ലോകത്ത് പലയിടത്തും പ്രശ്നങ്ങൾ, ഗിഫ്റ്റ് നിഫ്റ്റി വരെ വീക്കായിരുന്നു. അപ്പോൾ ഈ രണ്ട് വിപരീത കാര്യങ്ങൾക്കിടയിൽ നമ്മൾ എങ്ങോട്ട് പോകും? അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം. ശരി, അപ്പൊ ഈ ഗ്ലോബൽ പ്രശ്നങ്ങളെയൊക്കെ അവഗണിച്ച് മാർക്കറ്റ് മുന്നോട്ടു പോകാൻ കാരണം എന്താണ്? അതിന്റെ ഉത്തരം ടെക്നിക്കൽ ചാർട്ടുകളിലുണ്ട്. ഡാറ്റ എന്താണ് നമ്മളോട് പറയുന്നതെന്ന് നോക്കാം. കാരണം ട്രെൻഡ് ഇസ് യുവർ ഫ്രണ്ട്, അല്ലേ? ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ കാര്യങ്ങൾ വളരെ പോസിറ്റീവാണ്. ഡെയിലി, വീക്ക്ലി ക്യാൻഡിലുകൾ രണ്ടും നല്ല സ്ട്രോങ് ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. പ്രൈസ് ആക്ഷൻ അതിന്റെ അപ് ട്രെൻഡിനെ നന്നായി റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് RSI 200 EMA പോലുള്ള പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററുകളെല്ലാം നല്ല സപ്പോർട്ട് എടുത്ത് തിരികെ കയറിയിട്ടുണ്ട്. ഓവറോൾ ഡേറ്റ നോക്കിയാലും എല്ലാം ബുള്ളിഷാണ്. അതുകൊണ്ട് തന്നെ പലരും പറയുന്നത് ടെക്നിക്കലി നോക്കിയാൽ മാർക്കറ്റ് ഇപ്പോൾ വളരെ സ്ട്രോങ് ആണ്, വരുന്ന ആഴ്ചയും ഈയൊരു മുന്നേറ്റം തുടരാൻ സാധ്യതയുണ്ടെന്നാണ്. പക്ഷേ അവിടെയാണ് ഒരു പക്ഷേ വരുന്നത്. അപ്പോൾ എന്താണാ പക്ഷേ? ഇതാണാ ചോദ്യം. നമുക്ക് മുന്നിലുള്ളത് ഒരു 3 ദിവസത്തെ അവധിയാണ്. സ്റ്റോക്ക് മാർക്കറ്റില് 3 ദിവസം എന്നത് ഒരുപാട് സമയമാണല്ലേ? ഈ സമയത്ത് ലോകത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതാണ് ഏറ്റവും വലിയ റിസ്ക്. അപ്പോ ബെയർ കേസ്, അതായത് മാർക്കറ്റ് താഴെ പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ്. 1, ഈ 3 ദിവസത്തെ അവധി. ഈ സമയത്ത് ഇറാൻ US പോലുള്ള ഏതെങ്കിലും ജിയോപൊളിറ്റിക്കൽ വാർത്തകൾ വന്നാൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നെന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ്. തിങ്കളാഴ്ച രാവിലെ നമ്മൾ കാണുന്നത് ചിലപ്പോൾ വേറൊരു മാർക്കറ്റായിരിക്കും. ഇതാണ് ഇപ്പോൾ എല്ലാവരും ഭയക്കുന്നത്. ഓക്കെ, അപ്പോൾ ബുള്ളിഷ് സൈഡും കണ്ടു, ബെയറിഷ് സൈഡും കണ്ടു. ഇനി നമുക്ക് നമ്പറുകളിലേക്ക് വരാം. നിഫ്റ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്, ആ പോരാട്ടം നടക്കാൻ പോകുന്ന ലെവലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവൽ 22,455 ആണ്. ആ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇനി മുകളിലോട്ട് പോകണമെങ്കിൽ ബുള്ളുകൾക്ക് ബ്രേക്ക് ചെയ്യേണ്ട ഒരു വലിയ മതിലുണ്ട്. അതാണ് 22,775. അതിനപ്പുറം കടന്നാലേ അടുത്ത റാലിക്ക് സാധ്യതയുള്ളൂ. അതിനു മുകളിൽ 22,890, 23,000 ഒക്കെയാണ് അടുത്ത റെസിസ്റ്റൻസുകൾ. അതെ, ഈ നമ്പർ ഓർത്തുവച്ചോളൂ, 22,775. ഇതാണ് നിഫ്റ്റിയുടെ അടുത്ത വലിയ മുന്നേറ്റം തീരുമാനിക്കുന്ന ആ ഒരു കീ ലെവൽ. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാം. നിഫ്റ്റിയേക്കാൾ ശക്തമായൊരു ക്യാൻഡറാണ് ബാങ്ക് നിഫ്റ്റി ഉണ്ടാക്കിയത്. അപ്പോൾ അവിടുത്തെ പ്രധാന പോരാട്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കീ സപ്പോർട്ട് 50,820 ആണ്. ആ ലെവലിൽ പിടിച്ചു നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി റാലി തുടരണമെങ്കിൽ ബ്രേക്ക് ചെയ്യേണ്ട നിർണായക ലെവൽ 51,570 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ 51,875 എന്ന റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോ ബാങ്ക് നിഫ്റ്റിയിലെ മാജിക് നമ്പർ ഏതാണ്? അത് 51,570 ആണ്. ഈ ഒരു ബ്രേക്കൌട്ടാണ് ട്രേഡർമാരെല്ലാവരും കാത്തിരിക്കുന്നത്. ശരി, അപ്പോൾ ടെക്നിക്കൽസ് പോസിറ്റീവ്, പക്ഷേ ഗ്ലോബൽ ന്യൂസ് നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. ഈ ഒരു കൺഫ്യൂഷനുള്ള അവസ്ഥയിൽ ഈ ഹോളിഡേ വീക്കെൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് നമ്മുടെ ഗെയിം പ്ലാൻ? വിദഗ്ധരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്യുക.
ഈ വാരാന്ത്യത്തിലേക്ക് ഒരു സൈഡിലേക്ക് മാത്രമുള്ള പൊസിഷൻ, അതായത് ഒന്നുകിൽ മാർക്കറ്റ് കയറും അല്ലെങ്കിൽ ഇറങ്ങുമെന്ന് മാത്രം ബെറ്റുവെച്ച് പോകുന്നത് വലിയ അപകടമാണ്. ഏറ്റവും നല്ല സ്ട്രാറ്റജി ഹെഡ്ജ് ചെയ്യുക എന്നതാണ്. അതായത് ഒരു കോൾ ഓപ്ഷനും ഒരു പുട്ട് ഓപ്ഷനും ഒരുമിച്ച് വാങ്ങി നിങ്ങളുടെ പൊസിഷൻ സുരക്ഷിതമാക്കുക. ഇനി അതല്ലെങ്കിൽ ഏറ്റവും സേഫായിട്ടുള്ള ഓപ്ഷൻ ഒരു ഓവർനൈറ്റ് പൊസിഷനും എടുക്കാതെ മാറി നിൽക്കുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം. നമ്മുടെ മാർക്കറ്റിന്റെ ടെക്നിക്കൽ ശക്തിയും ഗ്ലോബൽ മാർക്കറ്റിലെ അനിശ്ചിതത്വവും തമ്മിൽ ഒരു വടംവലി നടക്കുകയാണ്. ചാർട്ടുകൾ നമ്മളോട് മുകളിലേക്ക് പോകും എന്ന് പറയുന്നു, പക്ഷേ പുറത്തുനിന്നുള്ള വാർത്തകൾ എപ്പോൾ വേണമെങ്കിലും കളിമാറ്റാം. അതുകൊണ്ട് വിവേകത്തോടെ തീരുമാനമെടുക്കുക എന്നതാണ് പ്രധാനം. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഈ വിവരങ്ങൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കു വേണ്ടി മാത്രമുള്ളതാണ്. ഇതൊരിക്കലും ഒരു സാമ്പത്തിക ഉപദേശമല്ല. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുൻപ് സ്വന്തമായി പഠിക്കുകയോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ സഹായം തേടുകയോ ചെയ്യുക. ഈ വിശകലനം തയ്യാറാക്കാൻ AI-യുടെ സഹായം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വിശകലനങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ അവസാനത്തെ ഒരു ചോദ്യത്തോടെ നിർത്താം. ഡേറ്റ പറയുന്ന ബുള്ളുകൾ ജയിക്കുമോ അതോ ഗ്ലോബൽ ന്യൂസ് പറയുന്ന ബെയറുകൾ ജയിക്കുമോ? വരുന്ന ആഴ്ച ഇതിനുത്തരം കിട്ടും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുമല്ലോ.